നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് നിന്ന് VSന്റെ മടക്കയാത്ര. വഴിനീളെ സ്നേഹാദരങ്ങൾ അർപ്പിച്ച ജനസാഗരം. പ്രിയ നേതാവിന് വിട. VSന്റെ മരണത്തിൽ അനുശോചിച്ച സിനിമാ ലോകവും. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം. കുന്നംകുളം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും ഒരു സ്ത്രീക്കും പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരം. ചാവക്കാട് ഒരുമനിയൂർ ദേശീയപാത 66 ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് PWD നാഷണൽ ഹൈവേ വിഭാഗം കരാർ നൽകി. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് നിന്നും ആദരം ഏറ്റുവാങ്ങി VS ആലപ്പുഴയിലേക്ക്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം കൃത്യം 2 മണിക്ക് വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ച ബസ്സിലേക്ക് VSന്റെ ഭൗതികദേഹം മാറ്റി. തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ട് വീട്ടിലേക്കാണ് യാത്ര. വഴിനീളെ ജനങ്ങൾ പ്രിയ നേതാവിന് അന്ത്യാഭിവാദനം അർപ്പിക്കുകയാണ്. VSനെ ഒരു നോക്കു കാണാൻ അണമുറിയാതെ ജനപ്രവാഹമാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഉണ്ടായിരുന്നത്. മരണവാർത്ത അറിഞ്ഞതു മുതൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് അനേകം മനുഷ്യർ ഒഴുകിയെത്തുകയും ചെയ്തു. സമരതീക്ഷ്ണമായ ജീവിതം കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയുടെ നേതാവായി മാറിയ VSന് ആദരപൂർണമായ യാത്രാമൊഴിയാണ് തിരുവനന്തപുരം നൽകിയത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPMന്റെ PB അംഗങ്ങൾ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളടക്കം മത, സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ ഒട്ടേറെ പ്രമുഖർ പ്രിയ നേതാവിന് ആദരം അർപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നും VSന്റെ അനുയായികളും ആരാധകരും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി. പാർട്ടിയിലെ പോരാട്ടക്കാലത്ത് VSനൊപ്പം നിന്ന പ്രമുഖർ എല്ലാം അവസാനമായി അദ്ദേഹത്തെ കണ്ടു. VSന്റെ മരണത്തിൽ അനുശോചിച്ച് സിനിമാ ലോകവും. നിലപാടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പോലും ഹൃദയത്തിലിടം നേടിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സിനിമാരംഗത്തെ പ്രമുഖരും. കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ബിജു മേനോൻ, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ഇർഷാദ്, പ്രിയനന്ദനൻ തുടങ്ങി താരങ്ങളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയ നേതാവിന് അനുശോചനം അർപ്പിച്ചത്. പ്രിയ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ എന്ന് മമ്മൂട്ടി കുറിച്ചപ്പോൾ ജീവിതം സമരമാക്കിയ നേതാവിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാലിന്റെ അനുശോചന കുറിപ്പിലുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി VS എടുത്ത നിലപാടുകളെ സ്മരിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ കുറിപ്പ്. കേരളത്തിനും ഇന്ത്യക്കും യഥാർത്ഥ നേതാവിനെ നഷ്ടമായെന്നാണ് ഉലകനായകൻ കമൽഹാസൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. മുതിർന്ന CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മുരളി പെരുന്നെല്ലി MLA അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പുന്നപ്ര വയലാർ സമര നായകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പോരാട്ടങ്ങൾ കേരളത്തിന് എന്നും മാതൃകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്നും മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രവർത്തനങ്ങളാണ്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം എന്ന നിലയിൽ അവസാന നാൾ വരെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തിത്വമാണ് സഖാവ് VSൻ്റേത്. കർഷകരുടെ, തൊഴിലാളികളുടെ, അതുപോലെ സ്ത്രീകളുടെ, യുവാക്കളുടെ, മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി താൻ വഹിക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. സഖാവിൻ്റെ വിയോഗം വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്.
അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മകൾ പങ്കുവെച്ച ചാലിശ്ശേരി ഗ്രാമവാസികൾ. 2006-ൽ പുതുതായി പണിതീർത്ത കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനത്തിനാണ് VS ചാലിശ്ശേരിയിലെത്തിയത്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വികസന യാത്രയിൽ പുതുതായി പണിതീർത്ത കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനാണ് 2006 ജനുവരി 19-ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ അവസാനമായി ചാലിശ്ശേരിയിലെത്തിയത്. രാവിലെ 11:30-ന് ഉദ്ഘാടന വേദിയിൽ മൈക്ക് പിടിച്ചപ്പോൾ അച്യുതാനന്ദൻ തന്റെ പതിവ് ശൈലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. നേരുള്ള തർക്കങ്ങൾ ഒഴിഞ്ഞ മനസ്സിൽ ഇടം പിടിക്കാവുന്ന സരസഭാഷയിൽ പ്രസംഗം തുടങ്ങി. കെട്ടിടങ്ങൾ ഉയരുമ്പോൾ ചിന്തകൾ ഉയരണം. വൃത്തിയുള്ള ഓഡിറ്റോറിയം കൊണ്ട് മാത്രമല്ല വൃത്തിയുള്ള ഭരണമാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ വേദിയിൽ ഇരുന്നവരുടെ മുഖത്ത് നേരിയ പുഞ്ചിരി പടർന്നിരുന്നു. ദേശീയതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുതൽ ഗ്രാമീണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരെ എടുത്തു പറഞ്ഞുള്ള പ്രസംഗം സദസ്സിന് ശക്തിയും ആത്മവിശ്വാസവും പകരുന്നതായിരുന്നു. ഇടയ്ക്കിടെ ദേശഭാഷയിലെ കുറച്ച് തളർന്ന ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോൾ വേദിയിൽ ചിരി പടർന്നു. അച്യുതാനന്ദൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ മുഴുവൻ ഗ്രാമവാസികളും കാതോർത്തിരുന്നു. വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹം വിശ്രമിക്കാനെത്തിയത് പോസ്റ്റ് ഓഫീസിന് മുൻവശമുള്ള പാർട്ടി കുടുംബമായ പൊട്ടക്കുളങ്ങര ഭാസ്കരന്റെ വീട്ടിലായിരുന്നു. അന്ന് തൃത്താലയിലെ മുതിർന്ന CPIM നേതാക്കളായ KT ഗോപി, TP കുഞ്ഞുണ്ണി, ഒറ്റപ്പാലം MP S അജയകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് TM കുഞ്ഞുകുട്ടൻ, PR കുഞ്ഞുണ്ണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും VSനൊപ്പം വീട്ടിലെത്തി. ഭാസ്കരന്റെ മകനും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സുനിൽ മാസ്റ്റർ, മാതാവ് ശോഭന, സുനിൽ മാസ്റ്റർ ഭാര്യ സന്ധ്യ, ഇവരുടെ മാതാവ് ശാരദ തുടങ്ങിയവരും മറ്റു കുടുംബക്കാരും ചേർന്ന് VSനും മറ്റു പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 60ഓളം പേർക്ക് സമൃദ്ധമായ ഉച്ചസദ്യയും നൽകി. കർശനമായ വ്യവസ്ഥയോടെയായിരുന്നു ഉച്ചഭക്ഷണം തയ്യാറാക്കിയത്. എല്ലാ കറികളിലും ഉപ്പൊഴിവാക്കി VSന് തൃപ്തികരമായ ഭക്ഷണമാണ് കുടുംബം ഒരുക്കിയത്. 2 മണിക്കൂർ നേരം വിശ്രമിച്ച VS വീട്ടിൽ പത്രസമ്മേളനവും നടത്തി. കൂടാതെ കുടുംബവുമായി ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ചരിത്രത്തിൽ ചെറുതായി തോന്നുന്നുവെങ്കിലും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന വലിയൊരു ഓർമ്മയാണ് 2006 ജനുവരി 19 എന്ന് നിലവിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ സുനിൽ മാഷ് പറഞ്ഞു. 2006-ലാണ് VS ഇവിടെ വരുന്നത്. അന്ന് ചാലിശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം എത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണവും വിശ്രമവും ഇവിടെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിന് കർശനമായ വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയിരുന്നത്. ആ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ ഒരു വലിയ ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി സഖാക്കളും പ്രവർത്തകരൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹം മരിച്ച ഈ ഘട്ടത്തിൽ ആ ഓർമ്മ പങ്കുവച്ചിരുന്നു. 83 വയസ്സിൽ ഗ്രാമത്തിലെത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിനും അപ്പുറം നാടിനും ജനങ്ങൾക്കും വേണ്ടി പോരാട്ടങ്ങൾ നയിച്ച മുഖപ്രഭയായിരുന്നു VSനുണ്ടായിരുന്നത്. വർഷങ്ങൾക്കപ്പുറത്ത് മെയിൻ റോഡ് സെന്ററിലെ പാർട്ടി യോഗത്തിലും VS പങ്കെടുത്തിരുന്നു. കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനത്തിനായി ഗ്രാമത്തിലെത്തിയ VS അച്യുതാനന്ദനെ ഉത്സവാന്തരീക്ഷത്തിലാണ് വരവേറ്റതെന്ന് ചാലിശ്ശേരിക്കാർ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഗ്രാമത്തിലെത്തി 2 പതിറ്റാണ്ട് പിന്നിടുന്ന VSന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ചാലിശ്ശേരി ഗ്രാമം. മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ചിറക്കൽ സെന്ററിൽ എത്തിയതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കാട്ടകമ്പാൽ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ അബൂബക്കർ. 1978-ൽ മിച്ചഭൂമി പിടിച്ചെടുക്കണമെന്ന ആഹ്വാനമായിട്ടാണ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സമരജാഥ ചിറക്കലിലെത്തിയത്. അന്ന് കാട്ടകമ്പാൽ സ്വദേശി അബൂബക്കറാണ് VSന്റെ ഫോട്ടോ പകർത്തിയത്. പിന്നീട് ചിറക്കലിലെ ഫിറോസ് ക്ലബ്ബും അദ്ദേഹം സന്ദർശിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലിയുടെ ഭാഗമായി 2013-ൽ VS എത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായ VS UDF സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നയത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം. കുന്നംകുളം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും ഒരു സ്ത്രീക്കും പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരം. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൽ ജ്യോതിഷ്, മടത്തിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശ്രീദേവി എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് ചാട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന സ്ത്രീയെ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ശ്രീദേവിയെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ശ്രീദേവിയെ തൃശൂർ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പരിക്കേറ്റ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ കാട്ടകാമ്പാലിൽ വീട് തകർന്നു. കുറുമ്പൂർ സുരേന്ദ്രന്റെ വീടിന്റെ പിൻഭാഗമാണ് മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണത്. കുടുംബാംഗങ്ങൾ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. പഴഞ്ഞിപ്പട്ടിത്തടം ചീരൻ പീറ്ററിന്റെ വീടിന്റെ ഒരു ഭാഗവും മഴയിൽ തകർന്നു വീണിരുന്നു. ഇരു സംഭവങ്ങളിലും ആളപായമില്ല. ചാവക്കാട് ഒരുമനൂർ ദേശീയപാത 66 ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് PWD നാഷണൽ ഹൈവേ വിഭാഗം കരാർ നൽകി. വിജയ് കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. റോഡിന്റെ ഗുരുതരാവസ്ഥയും റോഡിലെ കാന തകർന്നതിനാൽ വീടുകളിലേക്കും മുറ്റത്തേക്കും വെള്ളവും ചെളിയും കയറി ജനങ്ങൾ ദുരിതത്തിലാണെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ MLA NK അക്ബർ അറിയിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നോൺ പ്ലാനിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി കാന നിർമ്മിക്കുന്നതിന് 85 ലക്ഷം രൂപ അനുവദിച്ചത്. PWD നാഷണൽ ഹൈവേ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സുമ, കരാറുകാരൻ എന്നിവരുമായി MLA സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AH അക്ബർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാനയുടെ സ്ലാബ് നിർമ്മാണം ആരംഭിച്ചതായും മഴയുടെ ഇടവേള നോക്കി കാന നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കരാർ കമ്പനി ഉറപ്പു നൽകി. റോഡ് നിർമ്മാണത്തിനായി 2.45 കോടി രൂപ അനുവദിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്ത്, എസ്റ്റിമേറ്റ് എന്നിവ നൽകിയതായും എത്രയും വേഗം റോഡിന്റെ നിർമ്മാണം നടത്തുമെന്നും PWD NH ചീഫ് എഞ്ചിനീയർ ദീപ്തി ഭാനു MLAയെ അറിയിച്ചു. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് മണത്തലയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. 2000ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മണത്തല സ്കൂളിന് മുൻവശത്ത് അടിപ്പാത വേണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഇത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്കും പുരാതനമായ മണത്തല ജുമാ മസ്ജിദിലേക്കും സർക്കാർ സ്ഥാപനമായ KSEBിയിലേക്കുമുള്ള പ്രദേശവാസികൾക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാകും. ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് ആശങ്ക അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫൈസൽ കാനാമ്പുള്ളി, KV അലിക്കുട്ടി, PK ഷമീർ, ഷിഹാബ് മണത്തല, അശോകൻ തേർലി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആന മറ്റൊരാനയെ കുത്തി. കൊമ്പൻ വിഷ്ണുവാണ് നീരിൽ കഴിയുന്ന ഗോപികൃഷ്ണനെ കുത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവം നടന്നത്. മദപ്പാടിൽ തളച്ചിട്ടിരിക്കുന്ന കൊമ്പൻ ഗോപികൃഷ്ണന്റെ സമീപത്തേക്ക് പനമ്പട്ടെത്തിക്കുവാൻ നിയോഗിച്ച വിഷ്ണു പ്രകോപിതനായി ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. പാപ്പാന്മാർ ഇടപെട്ടതോടെ ആന ശാന്തനായി. പരിക്ക് സാരം ഉള്ളതല്ലെന്ന് ആനത്താവളം അധികൃതർ അറിയിച്ചു. മുമ്പ് ആനത്താവളത്തിലെ ആന പ്രതിമ കൊമ്പൻ വിഷ്ണു തകർത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനും പേരാമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുമായിരുന്ന MP വർഗീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ച കേസിലാണ് രണ്ടാം പ്രതിയായ പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. ഒന്നാം പ്രതി കറുപ്പം വീട്ടിൽ ഫവാദിനെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. എരനെല്ലൂരിലുണ്ടായ വാഹന അപകടത്തെ തുടർന്ന് നാട്ടുകാർ 2 പേരെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ ഹൈവേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ വർഗീസിനെയും മറ്റ് പോലീസുകാരെയും മദ്യലഹരിയിലായിരുന്ന 1ഉം 2ഉം പ്രതികൾ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടയുകയായിരുന്നു എന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. ഇംഗ്ലീഷ് ഭാഷയെ മാനിച്ചുകൊണ്ടുതന്നെ മാതൃഭാഷയായ മലയാളത്തെ മറക്കാതെ മാതൃരാജ്യത്തിന്റെ സത്വബോധം വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി K. ജയകുമാർ IAS പറഞ്ഞു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൗൺസിലിന്റെ കേരളം എന്റെ ജന്മനാട്, മലയാളം എന്റെ മാതൃഭാഷ എന്ന കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ NCC അംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് K. ജയകുമാർ IASനെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. സംഘടനയുടെ പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PI ലാസർ കർമ്മ പദ്ധതി സമർപ്പണം നടത്തി. ഷാജു പുത്തൂർ, ഹെഡ്മിസ്ട്രസ് ജൂലിയറ്റ്, രക്ഷാധികാരി MF ജോയ്, തോംസൺ വാഴപ്പിള്ളി, E. ഉഷ, തങ്കമണി എന്നിവർ സംസാരിച്ചു. ഒന്നും അറിഞ്ഞുകൂടാ, നീ അപകടത്തിൽ ചാടും, അതുകൊണ്ട് നിന്നെ നിയന്ത്രിക്കേണ്ടതും നന്നാക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ കുട്ടികൾ പറയുന്നു, ഞാൻ സ്വയം നന്നായിക്കൊള്ളാം, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നാണ് പിള്ളേർ പറയുന്നത്. ഇന്ന് കുട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ലോകബോധവും കൂടുതൽ ഇൻഫർമേഷനും, അറിവെന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫർമേഷനും ഒക്കെ കിട്ടിയിട്ട് ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ
പഴയ മൂല്യബോധം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പഴയതുപോലെ വിനീത വിധേയരായി പെരുമാറുന്നില്ല എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആകാനേ സാധിക്കൂ. ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത മുതിർന്നവർക്കാണ് പ്രശ്നം. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നമുക്കാണ് പ്രശ്നം. മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. മാറ്റങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ കുട്ടികൾക്കും സാധ്യമല്ല. അപ്പോൾ പിന്നെ മാറാതിരിക്കുന്നത് നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ് എന്ന് ഞാൻ പറയും. മാറാത്തൊരു കാര്യം മാറ്റങ്ങൾ മാത്രമെന്നൊക്കെ പറയുന്ന ഒരു ക്ലീശയുണ്ടല്ലോ. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. കാരണം ഏറ്റവും പുതിയ ജനറേഷനാണ്, പുതിയ കുട്ടികളാണ് ഈ കാലഘട്ടവുമായി പൊരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗം ഫാദർ ഗീവർഗീസ് ജേക്കബിനെ അമേരിക്ക മലങ്കര അതിഭദ്രാസന വൈദിക സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഭദ്രാസന വൈദിക യോഗത്തിലാണ് തെരഞ്ഞെടുത്തത്. ന്യൂജേഴ്സി വണാക്യു സെന്റ് ജെയിംസ് സിറിയൻ ഓർത്തഡോക്സ് പള്ളി വികാരിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അമേരിക്ക ഭദ്രാസനത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ഇദ്ദേഹം ഭദ്രാസന സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, കൗൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി നെടുവേലി പുത്തൻപുരയിൽ വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പയുടെ മകനാണ്. ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും ആദരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് GK പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗുരുവായൂരിൽ നാമസങ്കീർത്തനത്തിന് നേതൃത്വം നൽകിയ GV രാമനാഥ അയ്യർ, മാസ്റ്റർ ഓഫ് സർജറി ENT സംസ്ഥാന പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ ഡോക്ടർ കൃഷ്ണ M. മേനോൻ, BDS-ൽ ഡോക്ടർ TV അഞ്ജന, SSLC, +2 പരീക്ഷകളിലെ വിജയികളെയും അനുമോദിച്ചു. സെക്രട്ടറി PS സജീവൻ, ട്രഷറർ മുരളീധര കൈമൾ, വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K. മുരളീധരൻ, സദാനന്ദൻ താമരശ്ശേരി, മോഹൻദാസ് ചേലനാട്ട് എന്നിവർ സംസാരിച്ചു. നീല പെരുമാൾ, P. ശശിധരൻ, ശൈലജ കേശവൻ, ലതിക പുല്ലാട്ട്, ബിന്ദുദാസ്, K. ഗോവിന്ദദാസ്, രാമചന്ദ്രൻ, OK നാരായണൻ നായർ, ബാബു വെട്ടിലായിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ 20% പ്രദേശവാസികൾക്ക് അനുവദിക്കണമെന്നും മാറിവരുന്ന സർക്കാരുകളുടെ നാമനിർദ്ദേശം ചെയ്തുവരുന്ന മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് പ്രാദേശികവാസികളിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യവും പ്രമേയത്തിൽ പാസാക്കി. നിദാനമായത് ക്ഷേത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രം സംരക്ഷിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാദേശികമായ ഇടപെടലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അഗ്നിക്കിരയായതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. ചരിത്രത്തിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് മങ്ങാട് ചാത്തൻകുളം റോഡ് വാർഡിൽ മഹിളാ കോൺഗ്രസ് സംഗമവും ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സാൻഡി മനോജ് അധ്യക്ഷയായി. ശാസ്ത്രവേദി ജില്ലാ സെക്രട്ടറി അരുൺ കരിപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശൽമോൻ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബാബു ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സാൻഡി മനോജിനെയും ജനറൽ സെക്രട്ടറിയായി ജുഡിയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് 100ഓളം വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. വിരമിച്ച ജീവനക്കാർക്ക് മെഡിസിപ്പ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ എളവള്ളി യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും പദ്ധതി നടപ്പിലാക്കുക, ചികിത്സയ്ക്കും മുറികൾക്കും ആവശ്യമായ തുക എല്ലാ ആശുപത്രികളിലും ഏകീകരിക്കുക, അമിത ചാർജ് ഈടാക്കുന്നത് തടയുക എന്നീ അപാകതകളാണ് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടിയത്. കൺവെൻഷൻ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AK ദേവദാസൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ്, സെക്രട്ടറി KP ജോസഫ്, ട്രഷറർ VP പാപ്പച്ചൻ, ജില്ലാ കമ്മിറ്റി അംഗം KS പരമേശ്വരൻ, വനിതാവേദി കൺവീനർ VM ഗീത, സാംസ്കാരിക വേദി കൺവീനർ കാതറിൻ ആന്റോ, യൂണിറ്റ് സെക്രട്ടറി PS മോളി, ജോജോ V ആന്റണി, MA രാമദാസൻ, KK ഇന്ദിര എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് ലഭിച്ച പെൻഷനേഴ്സ് കുടുംബാംഗമായ ജിബി ജോസിനെ കൺവെൻഷനിൽ ആദരിച്ചു. സംഘടനയിലേക്ക് അംഗത്വമെടുത്ത നവാഗതർക്ക് സ്വീകരണവുമുണ്ടായിരുന്നു.
മന്ദലാംകുന്ന് GF UP സ്കൂളിൽ PTA വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് VH റബിയത്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ സജീവൻ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മറിയം ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത്, മുഹമ്മദ് ഫാസിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PTA പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന്, ജിസ്ന ലത്തീഫ് വൈസ് പ്രസിഡന്റ്, റസിയ ഫിറോസ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് ഒരുക്കങ്ങളായി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്ര മേൽശാന്തി അനിൽ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിൽ മോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 100 കണക്കിന് പേർ എത്തിച്ചേരുന്ന തർപ്പണ ചടങ്ങ് 8 മണിവരെ നീണ്ടുനിൽക്കും. തുടർന്ന് സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടാകും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി എന്നിവർ നേതൃത്വം നൽകും. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 24 പുലർച്ചെ 2:30 പഞ്ചവടി കടപ്പുറത്ത് പണ്ഡിത ശ്രേഷ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബലി ചടങ്ങുകൾ നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അജൈവ മാലിന്യങ്ങളിൽ നിന്നു ലഭിച്ച സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകി. പുന്നൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായി. അജൈവ മാലിന്യ ശേഖരണത്തിനിടയിൽ ചാക്കിൽ നിന്നാണ് സൗദാബി, ഹാജറ എന്നിവർക്ക് സ്വർണ്ണാഭരണം ലഭിച്ചത്. ഉടൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വാർഡ് 20-ൽ താമസിക്കുന്ന മൂത്തേടത്ത് ഷിഹാബുദ്ദീന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യത്തിൽ നിന്നാണ് സ്വർണ്ണാഭരണം കണ്ടെത്തിയത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിയും CPIM സ്ഥാപിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാന വ്യക്തിയുമായ VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി CPIMന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മൗനജാഥ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് നടന്ന മൗനജാഥയ്ക്ക് ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, TT ശിവദാസൻ, AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഇമ്പച്ചി ബാബ സ്മാരക മന്ദിരത്തിൽ നിന്നും തുടങ്ങിയ ജാഥ നഗരം ചുറ്റി സമാപിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നടന്ന മൗനജാഥയ്ക്ക് PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, CF രാജൻ, ലതി വേണുഗോപാൽ, PK രമേശ് എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ സെന്ററിൽ നടന്ന ജാഥയ്ക്ക് MP പ്രവീൺ, M പീതാംബരൻ, TP റാഫേൽ, CD വാസുദേവൻ, TA ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പൽ രാമപുരം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീല മാണ്ടൽ വസതിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. വാർഡ് പ്രസിഡന്റ് അലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, SLC+2 വിജയം വരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് എന്നിവർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, പ്രമീള രാജൻ, ശ്രാവൺ, ധന്യ മണികണ്ഠൻ, ഉദയശങ്കർ, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി മാർ ബസേലിയോസ് LP സ്കൂളിൽ ചാന്ദ്രോത്സവം 2025 എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ചാന്ദ്ര ദിനാഘോഷം നടത്തി. റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ, കൊളാഷ്, ക്വിസ്, അമ്പിളി കവിത, വീഡിയോ പ്രദർശനം, അമ്പിളിമാമന് ഒരു കത്ത്, ഡിജിറ്റൽ മാസിക തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോക്കറ്റുകളുടെ പ്രദർശനവും സോളാർ സിസ്റ്റം മോഡലും റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ട്രയൽ നടത്തിയതും കൗതുകമായി. അധ്യാപകരായ ഫെമി വർഗീസ്, KTCC, സിംന സണ്ണി, സരുൺ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ വാവുബലി തർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 24-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 3 മണി മുതൽ ബലി തർപ്പണ ചടങ്ങ് ആരംഭിക്കും. കിടങ്ങൂർ ശാസ്താംകോട്ടക്കാവ് ശാസ്താക്ഷേത്രം മണികണ്ഠൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1500ഓളം പേരെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സുഗമമായി ബലിതർപ്പണം നടത്തുന്നതിനും ആവശ്യമായ വെള്ളം, ലഘുഭക്ഷണം എന്നീ അടിസ്ഥാന ക്രമീകരണങ്ങളും ഒരുക്കും. ക്ഷേത്ര പരിസരത്ത് ആവശ്യമായ വിളക്കുകളും സ്ഥാപിക്കും. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
ചാട്ടുകുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ബലിതർപ്പണം നടത്താൻ സാധിച്ചിരുന്നില്ല. ചാട്ടുകുളം നവീകരിച്ചതോടെ അതിവിപുലമായ ക്രമീകരണങ്ങളോടും കുന്നംകുളം നഗരസഭയുടെ സഹകരണത്തോടും കൂടിയാണ് ഈ വർഷം കർക്കിടക വാവുബലി തർപ്പണം നടത്തുന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇതിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് പ്രവർത്തനമെന്നും ക്ഷേത്ര ഉപദേശക കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ, സെക്രട്ടറി സതീശൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ UV അനിൽ, CA നന്ദനൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ പറഞ്ഞു. ആർത്താറ്റ് മഹാവിഷ്ണു ശിവക്ഷേത്രത്തിലെ കർക്കിടവാവ് ബലിതർപ്പണം ഈ വരുന്ന 24-ാം തീയതി രാവിലെ 3 മണിക്ക് ആരംഭിച്ച് വിപുലമായ രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. കിടങ്ങൂർ ശ്രീ ശാസ്ത ക്ഷേത്രത്തിലെ മണികണ്ഠൻ എന്ന് പറയുന്ന ശാന്തിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏകദേശം ഒരു 1500ഓളം പേരാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. കുളത്തിൻ്റെ ഒപ്പം തന്നെ കുളിക്കാനുള്ള ഷവറിൻ്റെ സൗകര്യവും അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ കട്ടൻ ചായയും അതുപോലെ തന്നെ ലഘുഭക്ഷണവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിലത്തിരുന്ന് ഈ പ്രവർത്തനം നടത്താൻ കഴിയാത്തവർ ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളം വൈസ്മെൻസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നടന്നു. ഹോട്ടൽ ലിവ ടവറിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജൻ സി ജോബ് അധ്യക്ഷനായി. സെക്രട്ടറി വർഗീസ് ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PI നെൽസൺ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തി. നിയുക്ത റീജിയണൽ ഡയറക്ടർ മാത്യു വെട്ടോത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ബിന്ദു അപ്പുമോൻ, നിയുക്ത ഗവർണർ VK ഡെന്നി, മുൻ റീജിയണൽ ഡയറക്ടർമാരായ വർഗീസ് ജെറി, PI അനിൽ, വൈസ് വുമൺസ് ക്ലബ് പ്രസിഡന്റ് മിനി ചാർലി എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തെ ഭാരവാഹികളായി വർഗീസ് ജോൺ പ്രസിഡന്റ്, ഗിൽബർട്ട് എസ് പാർമേൽ സെക്രട്ടറി, ജോബിൻസ് പീറ്റർ ട്രഷറർ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ചുമതലയേറ്റു. വർഷങ്ങളിലധികം പഴക്കമുള്ള ഒരുമനയൂർ മാങ്ങോട്ട് AUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മഹാസംഗമം സംഘടിപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് ഹാളിൽ നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഷെമി ഖാദർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് രാമകൃഷ്ണ മേനോൻ, മുഖ്യാതിഥിയായി മാനേജ്മെന്റ് കുടുംബാംഗങ്ങളായ രമണി, ദേവി, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, പൂർവ്വ അധ്യാപകരായ നസീമ, വിൻസെന്റ്, ലക്ഷ്മിബായി, ശാന്ത, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ശശികുമാർ, സൈനബ് ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രമുഖരായ സുധീർ, തകിൽ വിദ്വാൻ ഭാസ്കരൻ, നൃത്താധ്യാപകൻ സുനിൽ, ഗായിക റൈഹാന മുത്തു, ബോഡി ബിൽഡിംഗിൽ സംസ്ഥാന ജില്ലാതലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് സബിത് ഷഹീർ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ കബീർ അമ്പലത്ത് വീട്ടിൽ, വൈസ് ചെയർമാൻമാരായ ലിയാഖത്ത്, ഷാജഹാൻ, പ്രസിഡന്റ് ഹൈദ്രോസ് കാരയിൽ, വൈസ് കൺവീനർ ജസിന കരീം, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവ് ബലിതർപ്പണം വ്യാഴാഴ്ച നടക്കും. രാവിലെ 5 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ബലിതർപ്പണത്തിന് പാലക്കാട്ടിരി മന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം തിലഹോമവും ഉണ്ടായിരിക്കും. ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും ദേവസ്വം കമ്മിറ്റി അറിയിച്ചു. ഹിന്ദു ഐക്യവേദിയും ഗുരുവായൂരപ്പൻ യോഗാ നിലയവും സംയുക്തമായി കർക്കിടക ആത്മീയ ആരോഗ്യ സദസ്സും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KV നിർമ്മലൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ഹേമാംബിക ശങ്കരി മുഖ്യപ്രഭാഷണം നടത്തി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടന്നു. തൃശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുതിർന്ന സ്വാമിയും പ്രബുദ്ധ കേരള മാസികയുടെ പത്രാധിപരുമായ സ്വാമി നന്ദാത്മജാനന്ദയായിരുന്നു പ്രഭാഷകൻ. പ്രഭാഷണത്തിനു ശേഷം ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, ട്രഷറർ VK രമാഭായ്, KK രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9240 രൂപ, പവന് 73,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം
തിരുമിറ്റക്കോട് തെക്കൂട്ട് രാമൻകുട്ടി നിര്യാതനായി 79 വയസ്സായിരുന്നു. CPM തിരുമിറ്റക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മുൻ ഏരിയ കമ്മിറ്റി അംഗം, ഒറ്റപ്പാലം താലൂക്ക് കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ, തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചാഴിയാട്ടിരി UP സ്കൂൾ ജീവനക്കാരനുമായിരുന്നു. സംസ്കാരം ചാഴിയാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടന്നു. കമല ടീച്ചറാണ് ഭാര്യ. ജയശ്രീ, രത്നകുമാർ, രാജശ്രീ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് അരമന ചാപ്പലിന് സമീപം താമസിക്കുന്ന വാഴപ്പുള്ളി കണ്ടൻ മകൻ ബാലൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭാ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശാന്ത ഭാര്യയും സനീഷ്, സൗമ്യ, ശരണ്യ എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ അന്നംകുളങ്ങര അമ്പലത്തിന് സമീപം മേൽവീട്ടിൽ പരേതനായ ശേഖരൻ ഭാര്യ ദേവകി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30 കുന്നംകുളം നഗരസഭാ ശ്മശാനത്തിൽ നടക്കും. രഞ്ജിത്ത്, മഹേഷ്, സതീഷ്, സന്തോഷ്, സൗമ്യ എന്നിവർ മക്കളാണ്. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം പാലയൂർ പറമ്പിൽ ബാലൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കാട്ടകമ്പാൽ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. പ്രേമ ഭാര്യയും, പ്രണവ്, ഹരിത എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് നിന്ന് VS-ന്റെ മടക്കയാത്ര. വഴിനീളെ സ്നേഹാദരങ്ങൾ അർപ്പിച്ച് ജനസാഗരം. പ്രിയ നേതാവിന് വിട. VS-ന്റെ മരണത്തിൽ അനുശോചിച്ച് സിനിമാ ലോകവും. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം. കുന്നംകുളം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും 1 സ്ത്രീക്കും പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരം. ചാവക്കാട് ഒരുമനയൂർ ദേശീയപാത 66 ബൈപ്പാസിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 85 ലക്ഷം രൂപ ചെലവിൽ കാന നിർമ്മിക്കുന്നതിന് PWD നാഷണൽ ഹൈവേ വിഭാഗം കരാർ നൽകി. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.